നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കുതിരയെ വൃത്തിയാക്കൽ. ഇതൊരു കുതിരാലയത്തിൽ, കുതിരാലയം എന്ന് പറയുന്നത് കുതിരകളെ കൂട്ടം കൂട്ടമായിട്ട് ഒരു കുതിരയല്ല, ഒരുപാട് കുതിരകളെ ഒരുമിച്ച് വളർത്തുന്ന ഒരു സ്ഥലത്തിനാണ് കുതിരാലയം എന്ന് പറയുക. കുതിരത്തൊഴുത്ത് അതാണ് സംഭവം. സോമപുരി എന്ന് പറയുന്നൊരു രാജ്യം ഉണ്ടായിരുന്നുണ്ട്. ചെറിയൊരു നാട്ടുരാജ്യമാണ്. അവിടുത്തെ രാജാവാണ് സോമരാജൻ. അദ്ദേഹത്തിന് നല്ലൊരു കുതിരപ്പടയുണ്ട്. അപ്പം ധാരാളം കുതിരകളെ ലായത്തിൽ കെട്ടി വളർത്തും. ലായെന്നും പറയും ഈ കുതിരാലയത്തിന്. ലായത്തിൽ കെട്ടി വളർത്തി കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത്, കുതിരയുടെ പ്രധാന ഭക്ഷണം മുതിരയാട്ടോ, ആ ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ പോറ്റി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സുമിത്രൻ എന്ന് പറയുന്ന ഒരാളാണ് കുതിരയെ നോക്കാനായിട്ട് ഏർപ്പെടുക. അപ്പോൾ പല ആൾക്കാരും ഉണ്ട് കുതിരയെ നോക്കുന്ന, സംരക്ഷിക്കുന്ന ജോലിക്കാർ. അതിൽ ഒരാളാണ് ഈ സുമിത്രന് 4 കുതിരകളെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. അതുപോലെ മറ്റ് പലർക്കും പല കുതിരകളെ സംരക്ഷിക്കേണ്ട ചുമതലയില്ല. അപ്പോൾ സുമിത്രൻ നോക്കുന്ന കുതിരകളെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വശത്തി കുതിരകളാട്ടോ, സോമരാജാവിൻ്റെ കുതിരകൾ. ആ കുതിരകൾക്ക് അയാൾക്ക് ഒരാളും കൂടെ സഹായത്തിന് കൊടുക്കാമെന്ന് തോന്നി രാജാവിന്. കുറച്ച് പ്രായമൊക്കെ ആയ ആളാണ്, പക്ഷേ നല്ലോണം അനുഭവ സമ്പത്തുണ്ട്, നല്ല പഴക്കമുണ്ട്. കുതിരകളെ എങ്ങനെ ശുശ്രൂഷിക്കണമെന്ന് നന്നായിട്ട് അറിയണ ആളാണ്. അതുകൊണ്ട് സുമിത്രനെ ഞങ്ങൾ പിരിച്ചു വിടാനൊന്നും തോന്നില്ല. പക്ഷേ അയാൾക്ക് സഹായത്തിന് ഒരു യുവാവിനെ കൊടുത്തു. അയാളുടെ പേര് അരുണൻ എന്നായിരുന്നു. അരുണൻ അങ്ങനെ ചെന്ന് നിൽക്കുക. അപ്പോൾ അരുണനോട് രാജാവ് പറഞ്ഞേക്കണത് എന്താണെന്നറിയാമോ? കുതിരകളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അവയെ കുളിപ്പിക്കേണ്ടത്, ഭക്ഷണം കൊടുക്കേണ്ടത്, അവയ്ക്ക് കുതിര സവാരി ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ താൻ സുമിത്രനിൽ നിന്ന് പഠിക്കുക, കൂടെ നടന്ന്. അത് കഴിഞ്ഞിട്ട് സുമിത്രന് വിശ്രമം കൊടുക്കുക, കുറേ ജോലികളൊക്കെ താൻ ചെയ്യുക, സഹായിക്കാനായിട്ട് നിർത്തിയേക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അരുണൻ അതൊക്കെ അനുസരിച്ച് സുമിത്രൻ്റെ കൂടെ കുതിരകളെ സംരക്ഷിക്കുന്ന ജോലിയിൽ അങ്ങോട്ട് പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുക ഈ അരുണൻ ഇങ്ങനെ ചെന്ന് നോക്കി നിൽക്കും. സുമിത്രൻ എങ്ങനെ കുതിരയെ ആദ്യം തന്നെ കുതിരയെയൊക്കെ തൊട്ട് തലോടി, താടിയൊക്കെ തടവി, മുഖത്ത് നോക്കി, വളരെ സ്നേഹത്തോടെ കുതിരയുടെ അടുത്ത് പെരുമാറി. അതിന് ശേഷമാണ് അതുങ്ങളെ കുളിപ്പിക്കുക. അതുപോലെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ വളരെ സന്തോഷത്തോടെ കുതിരകൾ ഭക്ഷണം കഴിക്കും. കുളി കഴിഞ്ഞ് വന്നാൽ അവയ്ക്ക് സുഖമാവും, നല്ല സുഖമായിട്ട് കുളിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള ആളായിരുന്നു സുമിത്രൻ. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അരുണൻ ഇങ്ങനെ കൂടെ നിൽക്കണതല്ല, അതിൻ്റെ ഒരു കാര്യത്തിന് ഇയാൾ സഹായിക്കണില്ല. അതേ സമയത്ത് അരുണനോ, ഞാനാണ് ഏറ്റവും സമർത്ഥൻ, എനിക്കാണ് കുതിരകളുടെ സർവ്വ കാര്യങ്ങളും അറിയുന്നവൻ എന്നുള്ളൊരു ധാരണ ഉള്ളിൽ കടന്നുകൂടി. അതിൻ്റെ കാരണം എന്താ? അതുകൊണ്ട് ഈ സുമിത്രനോട് അങ്ങോട്ട് വലിയ പൊങ്ങച്ചം പറയാൻ തുടങ്ങി. പ്രധാന കാര്യം എന്താണെന്നറിയാമോ? അതുണ്ടല്ലോ, സുമിത്ര അമ്മാവ, ഞാനിവിടെ ഈ കുതിരകളെ നോക്കാനുള്ള മത്സരത്തിന് വന്നപ്പോണ്ടല്ലോ, എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ അറിയണവരായിട്ട് എൻ്റെ ചില കൂട്ടുകാരും എൻ്റെ നാട്ടുകാരുമായിട്ടുള്ള 5-8 പേരെൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു 4 ആൾക്കാരാണ് ഞങ്ങൾ ആദ്യത്തെ മത്സരമൊക്കെ കഴിഞ്ഞ് ഒടുക്കെത്തിയത്. ആ 4 പേരിൽ നിന്ന് ഒരാളെ എടുക്കുന്ന പറഞ്ഞിരുന്നത്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചിത്രാംഗതൻ, ശിവകരൻ, സാരംഗൻ, അമേയൻ. ഈ 4 പേരും ഞാനും അരുണനും. അങ്ങനെ 5 പേരെയാണ് സെലക്ട് ചെയ്തത്. അതിൽ നിന്ന് ഒരാളെ എടുക്കുക. അപ്പോൾ ഈ അരുണനാണല്ലോ സെലക്ഷൻ കിട്ടി. ഇപ്പോൾ കുതിരാലയത്തിൽ വന്ന് കുതിരയെ നോക്കാനുള്ള സുമിത്രൻ്റെ അസിസ്റ്റൻ്റായിട്ട്, കുതിര നോട്ടത്തിൽ സഹായിയായിട്ട് വച്ചേക്കുന്നത്. വലിയ അഭിമാനമുള്ള ജോലിയാണ്, നല്ല വരുമാനമുള്ളതുമാണ്. അപ്പോൾ അങ്ങനെ അരുണൻ പറയുകയാണ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരുണ്ടല്ലോ, ഇപ്പം ചിത്രാംഗതനാണെങ്കിൽ അവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. അവരെയൊക്കെ പിന്നിലാക്കാൻ മാത്രം കഴിവുള്ളവനായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് എനിക്കിവിടെ ഈ ജോലി കിട്ടിയത്. അതെയോ? അപ്പോഴും സുമിത്രൻ നിന്ന് ചിരിച്ചോളൂ, കേട്ടോണ്ട് നിന്നു. എന്നിട്ട് പറയാണ്, ഈ കുതിരകളെ മെരുക്കുന്ന കാര്യത്തിലുണ്ടല്ലോ ചിത്രാംഗതൻ, അവനെ ഒരു വായിക്കുള്ളില്ല. അവനൊരു കുതിര മെരുക്കാനൊന്നും അറിയില്ല. ചുമ്മാ വെറുതെ ഇങ്ങനെ പുറകെ നടക്കാമെന്നല്ലാതെ കണ്ട് എപ്പോഴാ ചവിട്ട് കിട്ടി ഓടിപ്പോകാൻ നിർത്തില്ല.
കുതിരയെ മെരുക്കുന്ന കാര്യത്തിൽ തീരെ കഴിവില്ലാത്തവരാണ് ഈ ചിത്രാംഗതൻ എന്ന് പറയുന്നത്. അവന് എൻ്റെ അത്രയ്ക്ക് കഴിവൊന്നുമില്ല കുതിരയെ മെരുക്കാൻ. അത് പറഞ്ഞു. പിന്നെ ശിവകരൻ, അവൻ്റെ കാര്യമൊന്നും പറയണ്ട. അവന് വലിയ ആരോഗ്യമൊന്നുമില്ല. അവന് ഏത് നേരം പനി, ചുമ, കൊക്കരോ എന്നുള്ള ചുമയും പനി, ഇടയ്ക്ക് വയ്യാണ്ട് ഓരോ ദിക്കിലിരിക്കുക. ആരോഗ്യമില്ലാത്ത ശിവകരൻ എങ്ങനെ ജോലി നേടാനാ? അവന് എൻ്റെ അത്ര ആരോഗ്യമൊന്നുമില്ല. നല്ല ആരോഗ്യം വേണ്ടേ കുതിരക്കാരന്? അത് ശരിയാണ്, ആരോഗ്യമൊക്കെ വേണ്ടതാ എന്ന് സുമിത്രനും സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആളെ പറ്റി, സാരംഗൻ്റെ കാര്യം. അപ്പൻ്റെ കാര്യമൊന്നും പറയാൻ, കുതിരയെ ഓടിക്കുന്ന കാര്യത്തിൽ നല്ല പ്രാപ്തി വേണം. കുതിരയുടെ കടിഞ്ഞാണം അങ്ങോട്ട് പിടിച്ച് നിർത്തേണ്ടപ്പം നിർത്താനും, അതുപോലെ നല്ല 2 പക്കിന് നല്ല അനക്കം കൊടുത്ത് കുതിരയെ പാഞ്ഞ് ഓടിപ്പിക്കണം. പെട്ടെന്ന് നല്ല സ്പീഡ് കൂട്ടാനും നല്ല വശം വേണം. എൻ്റെ ഒപ്പം അവനെത്തില്ല. സാരംഗൻ കുതിരയോട്ടത്തിൽ എന്നെയൊക്കെ എത്രയോ പുറയിലാണ്. അത് ആരെങ്ങനെ കൊണ്ടും ആയില്ല. പിന്നെ പോയിട്ട് അമേയൻ. ഒരു കുതിരക്കാരൻ്റെ ഉണ്ടാവേണ്ട കഴിവുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല തരത്തിലുള്ള കുതിരകളെയും മനസ്സിലാക്കാൻ കഴിയണം. ചില കുതിരകളുടെ നിറം കറുപ്പാണ്, നല്ല യോഗ്യതയാണത്. പക്ഷേ ആ കുതിരകൾക്ക് ചില പോരായ്മയുണ്ടാകാം. വെളുത്ത കുതിരകളുണ്ട്, ചുമന്ന കുതിരകളുണ്ട്, പുള്ളിയുള്ള കുതിരകളുണ്ട്. ഇവയ്ക്ക് പലർക്കും പല പ്രത്യേകതകളുണ്ട്. അങ്ങനെ കുതിരകളെ പറ്റി ഉള്ള അറിവ് അതാ മേനൊരു വകയാണ്. അവനെയൊക്കെ ഞാൻ യാതൊന്നും അറിയുന്നില്ല, ഒരു വകയില്ല. എൻ്റെ അത്രയ്ക്കൊന്നും എൻ്റെ 4 ഇലക്കത്ത് നിൽക്കാൻ മാത്രമുള്ള അറിവില്ല. അപ്പം ചിത്രാംഗതൻ്റെ കാര്യം പോക്ക്, ശിവകരൻ്റെ കാര്യം പോക്ക്, പിന്നെ അമ്മേൻ്റെ കാര്യം പോക്ക്, സാരംഗൻ്റെ കാര്യം പോക്ക്, അവരൊക്കെ എല്ലാ വിധത്തിലും കഴിവ് കൊണ്ട് എന്നേക്കാൾ പിന്നിൽ തന്നെയാണ്. ഞാൻ അവരെക്കാളൊക്കെ മുന്തിയ കഴിവുള്ളത് കൊണ്ടാണ് എനിക്കിവിടെ ജോലി കിട്ടിയത് എന്ന് അരുണൻ സുമിത്രനെ അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിച്ചു. സുമിത്രൻ അപ്പോൾ അതൊക്കെ കേട്ടോണ്ട് നിന്നു. ഒടുക്കം അങ്ങനെ കുതിരകളെ ലാളിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അയാൾ കുറച്ച് മണ്ണങ്ങോട്ട് എടുത്തു. മണ്ണങ്ങോട്ട് ചളി വെള്ളമൊഴിച്ച് ചവിട്ടി കുട്ടി ചളിയാക്കിയിട്ട് കറുത്ത കുതിരയുടെ മേത്തൊക്കെ മണ്ണ് വെച്ച് തേച്ചു. പിന്നെ ചുമന്ന കുതിരയുടെ മേത്തും കുറേ മണ്ണ് വെച്ച് തേച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു നിറത്തിൽ ചാര നിറത്തിലുള്ളൊരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരയുടെ മേത്തും മണ്ണൊക്കെ വെച്ച് തേച്ചു. അത് കഴിഞ്ഞപ്പോൾ അപ്പം അരുണൻ ചോദിച്ചു, എന്താ മാമ കാണിക്കണേ? എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഇതെന്തിനാ ഈ കുതിരയുടെ മേത്തൊക്കെ ഇങ്ങനെ മണ്ണ് പുരട്ടുന്നത്? ഈ സുമിത്രനോട് ചോദിച്ചു കേട്ടോ അരുണൻ. അപ്പോൾ സുമിത്രൻ പറഞ്ഞു, കണ്ടില്ലേ, ഈ വെളുത്ത കുതിരയുടെ ശരീരത്തിൽ കുറച്ച് ചളിയിരിക്കണ കാണാനില്ലേ എന്ന് വെച്ചു. അത് ആ കുതിരയുടെ കുറച്ച് സ്ഥലത്തല്ലേ ചളി ഉണ്ടായിരുന്നുള്ളൂ, ഒരിത്തിരി സ്ഥലത്ത് ചളി ഉണ്ടായിരുന്നു. അതിനെന്താ മറ്റു 3 കുതിരകളുടെ മേത്ത് ഇങ്ങനെ മണ്ണ് വാരി പൂശി തേക്കണത്? അതോ അല്പം ചളിയുള്ളത് ആരും ശ്രദ്ധിക്കില്ല. വെളുത്ത കുതിരയുടെ പുറത്ത് ഇത്തിരി ചളിയല്ലേ ഉള്ളൂ. അതാരും ശ്രദ്ധിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മറ്റു കുതിരകളുടെയൊക്കെ പുറത്ത് മേത്ത് അവരുടെ ശരീരത്തിൽ ധാരാളം ചളി ഉണ്ടെങ്കിൽ, അപ്പോൾ ധാരാളം ചളിയുള്ള ആ കുതിരകളെ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. കുറച്ച് ചളിയുള്ള ഈ കുതിരയെ ആരും ശ്രദ്ധിക്കില്ല എന്നതുപോലെയാണ്. അപ്പം അരുണന് കാര്യം മനസ്സിലായി. ഈ അമ്മാവൻ തനിക്കിട്ടൊരു പണി വെച്ചതാണല്ലോ, തന്നെ ഒന്ന് പരിഹസിച്ചതാണല്ലോ. എന്താണ്? സ്വന്തം കഴിവ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം കഴിവ് എത്ര ഉണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. അത് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്കൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുക. അവരെ മറ്റ് കൂട്ടുകാരെ 4 പേരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അരുണൻ്റെ കഴിവ്, കുറച്ചുള്ള കഴിവ് ആരും ശ്രദ്ധിക്കാതിരിക്കും. അതിനു വേണ്ടിയാണ് കൂട്ടുകാരെ ഇങ്ങനെ മോശമായി ചിത്രീകരിച്ചത് എന്ന് സുമിത്രന് മനസ്സിലായതുപോലെ അരുണന് കാര്യം തിരിഞ്ഞു. ഉടൻ തന്നെ അരുണൻ എന്ത് പറഞ്ഞു?
അമ്മാവൻ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. എൻ്റെ ആ ചെറിയ കഴിവുകൾ അതിൽ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കുറഞ്ഞ ഇല്ല എന്ന് പറഞ്ഞ് കഴിവുകളില്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ സമർത്ഥിച്ചത് അത് അമ്മാവന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മാപ്പ് തരണം കേട്ടോ. ഞാൻ ഇനി ഇങ്ങനെയൊന്നും പറയില്ല. അമ്മാവനിൽ നിന്ന് ഞാൻ കുതിരകളെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചോളാം. ഞാനും അമ്മാവനെ പോലെ നല്ലൊരു കുതിരക്കാരനായി മാറിക്കോളാം എന്ന് പറഞ്ഞ് സുമിത്രനുമായിട്ട് സ്നേഹബന്ധം പുലർത്തുകയും നല്ലൊരു കുതിരക്കാരനാവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. മറ്റുള്ളവരുടെ കുറവുകളല്ല നമ്മൾ കരുതേണ്ടത്. എന്താ വേണ്ടേ? നമുക്കെത്രയും കഴിവുണ്ട്, അവരെക്കാൾ കഴിവുണ്ടോ ആകട്ടെ, നമ്മൾ ആ കഴിവ് പ്രകടിപ്പിക്കുക. മറ്റുള്ളവരുടെ കുറവുകളെ നമ്മൾ എടുത്തു കാണിക്കേണ്ട ആവശ്യമേ ഇല്ല. അതൊരു നല്ല ശീലമേയല്ല എന്നാണ് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കുതിരയെ വൃത്തിയാക്കൽ, അതാണ് ഈ കഥയുടെ പേര്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.